Hi. We will discuss the next principle, that is accrual principle. Accrual. What do you mean by accrual principle? When you find the profit or loss of the business, you have to take not only the amount payable, the amount paid, but also the amount payable. Not only the amount received, but also the amount receivable during the financial year. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കുമ്പോൾ റവന്യൂവും എക്സ്പെൻസും എടുക്കണം. അപ്പോൾ റവന്യൂ എന്ന് പറയുമ്പോൾ കയ്യിൽ കിട്ടിയ എമൗണ്ട് മാത്രമല്ല, ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് കിട്ടാൻ അർഹതയുള്ള എമൗണ്ട്, അവകാശമുള്ള എമൗണ്ടും കൂടി എടുക്കണം. എക്സ്പെൻസ് പറഞ്ഞല്ലോ, പെയ്ഡ് എമൗണ്ട് മാത്രം എടുത്താൽ പോരാ, ഈ ഫിനാൻഷ്യൽ ഇയറിൽ പേയബിൾ ആയിട്ടുള്ള എമൗണ്ടും നമ്മൾ എടുക്കണം. അങ്ങനെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയും. കിട്ടാനുള്ളത് കൊടുക്കാനുള്ളതും കൺസിഡർ ചെയ്യണം എന്നുള്ള പ്രിൻസിപ്പിളാണ് അക്രൂവൽ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഈ അക്രൂവൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആക്ച്വലി ഈ അക്രൂവൽ പ്രിൻസിപ്പിൾ ഇസ് ബേസ്ഡ് ഓൺ ആക്ച്വലി ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. അതെങ്ങനെയാണ് ഗോയിങ് കൺസേണും അക്രൂവലും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇപ്പം നമ്മൾ പറയുന്നു ഗോയിങ് കൺസേണിൽ ബിസിനസ് വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഫോർ എ ഫോർസീബിൾ ഫ്യൂച്ചർ. അപ്പോൾ അക്രൂവൽ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? ഇക്കൊല്ലം കൊടുത്തത് മാത്രം എടുത്താൽ പോരാ, ഇനി കൊടുക്കാനുള്ളതും എടുക്കണം. അതിന് കാരണം എന്താണ്? ഇത് ഇക്കൊല്ലം കൊടുത്തതും ഇനി അടുത്ത കൊല്ലം കൊടുക്കാനുള്ളതും എടുക്കണം എന്ന് പറയുമ്പോൾ അടുത്ത കൊല്ലം ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യും, അപ്പോൾ കൊടുക്കും. അതുകൊണ്ട് കൊടുക്കാനുള്ളതും കൂടി ഇക്കൊല്ലം എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത കൊല്ലം കൊടുക്കാനുള്ളത് എന്ന് പറയുമ്പോൾ അടുത്ത കൊല്ലം ബിസിനസ് കണ്ടിന്യൂ ചെയ്യും എന്ന അസംഷൻ വരുന്നത് കൊണ്ടാണ് അക്രൂവൽ പ്രിൻസിപ്പിൾ വരുന്നത്. അപ്പോൾ റവന്യൂ റെക്കഗ്നീഷനും മാച്ചിങ്ങും അക്രൂവലും ഒക്കെ ആക്ച്വലി ഈ ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ ഇന്റർ റിലേറ്റഡ് ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എനിവേ, അക്രൂവൽ പ്രിൻസിപ്പിൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്, കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതും കൂടി എടുക്കണം എന്ന പോയിന്റാണ്. അടുത്തതായിട്ട് വരുന്നത് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഇസ് ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ എന്ന് പറയും. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യണം, ഒന്നും മറച്ചു വയ്ക്കാൻ പാടില്ല. റിലവൻ്റ് ഐറ്റംസ് ഒക്കെ ഡിസ്ക്ലോസ് ചെയ്യണം. എന്താ റിലവൻ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യണം, ഒന്നും കൺസീൽ ചെയ്യാൻ പാടില്ല എന്ന പ്രിൻസിപ്പിളാണ് ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. അത് ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്താനും റിലയബിലിറ്റി ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടാണ് ഈ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ അസറ്റ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മെഷീനറി വാങ്ങി 2 കൊല്ലം കഴിഞ്ഞാൽ ആ മെഷീനറിയുടെ വാല്യൂവിൽ നിന്ന് ലെസ് ഡിപ്രീസിയേഷൻ അത് മൈനസ് ചെയ്ത് കാണിക്കുന്നു. കൃത്യമായി ഡിപ്രീസിയേഷൻ ആണ് മൈനസ് ചെയ്യുക. അതിൻ്റെ വാല്യൂ കുറയുന്നതിന് കാരണം അതിൻ്റെ ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ പേരിൽ ഒരാൾ കേസ് കൊടുത്തു. ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ടാണ്. ആ ഡിസ്പ്യൂട്ട് നാളെ നമുക്ക് അൺഫേവറബിൾ ആയിട്ട് വന്നാൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് പറയുന്ന പേരാണ് കണ്ടിൻജന്റ് ലയബിലിറ്റി. അതൊരിക്കലും ആക്ച്വൽ ലയബിലിറ്റി ആയിട്ട് നമുക്ക് എഴുതി വെക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫുട് നോട്ടായിട്ട് എഴുതി വെക്കണം, ഇങ്ങനെ ഒരു കേസ് നടക്കുന്നുണ്ട്, അതിൽ ഒരു പെൻഡിങ് ഒരു ലയബിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് എഴുതി വെക്കണം. അത് ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിളാണ്. അപ്പോൾ അതാണ് ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. ഇറ്റ് എൻഷുവേഴ്സ് റിലയബിലിറ്റി. അടുത്ത പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത് മെറ്റീരിയലിറ്റി പ്രിൻസിപ്പിളാണ്. ഈ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിളിൻ്റെ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്താനുള്ള ഒരു എക്സ്പ്ലനേഷനാണ് മെറ്റീരിയലിറ്റി പ്രിൻസിപ്പിൾ. മെറ്റീരിയലിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്, ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ? മെറ്റീരിയൽ ഐറ്റംസ് ആർ ദോസ് ഐറ്റംസ് which influence the decisions of the users of accounting information. നമ്മൾ എക്സ്റ്റേണൽ യൂസറും ഇന്റേണൽ യൂസറൊക്കെ പറഞ്ഞു. അതായത് നമ്മുടെ കസ്റ്റമർ, നമ്മുടെ സപ്ലയർ, ബാങ്ക്, ഗവൺമെൻറ്, ഇൻഷുറൻസ് കമ്പനി, ഓണേഴ്സ്, ഇവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കലാണ് അക്കൗണ്ടൻസിയുടെ ലക്ഷ്യം. ആ യൂസേഴ്സിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷനെയാണ് മെറ്റീരിയൽ ഇൻഫർമേഷൻ. അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻഫർമേഷനാണ് മെറ്റീരിയൽ ഇൻഫർമേഷൻ. ആ മെറ്റീരിയൽ ഇൻഫർമേഷൻ മാത്രമേ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതും ഇമ്മെറ്റീരിയൽ ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത് 2 രീതിയിലാണ് വരുന്നത്. ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ്റെ എമൗണ്ട് 1250.40 rupees ആണ്. 1250
1250 രൂപ 40 പൈസയാണെങ്കിൽ ഈ 40 പൈസ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, ഈ ഫ്രാക്ഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം. യു ഹാവ് ടു റൗണ്ട് ഇറ്റ് ഓഫ് ആൻഡ് ടേക്ക് 1250 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ആ ഫ്രാക്ഷൻ പാർട്ട് ഒഴിവാക്കണം. അതൊരു രീതിയിൽ മെറ്റീരിയലിറ്റി കോൺസെപ്റ്റ്. മറ്റൊരു മെറ്റീരിയലിറ്റി കോൺസെപ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ മെഷീനറി നമ്മൾ വാങ്ങി 1,00,000 രൂപ, ആ മെഷീനറിയുടെ കോസ്റ്റ് 1 lakh ആണ്. അത് ഒരു കൊല്ലത്തെ എക്സ്പെൻസ് ആയിട്ട് ഒരിക്കലും എഴുതി വയ്ക്കാൻ പാടില്ല. എന്താ കാരണം? അതിൻ്റെ യൂസ് 10 കൊല്ലമാണെങ്കിൽ 10 കൊല്ലം അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് മാത്രമേ അത് എക്സ്പെൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര ബെനിഫിറ്റ് കിട്ടുന്നോ അത്രയും എക്സ്പെൻസ് ആയിട്ട്. അപ്പോഴേ മാച്ച് പ്രിൻസിപ്പിൾ ശരിയാവുള്ളൂ. അപ്പോൾ ഈ 1 lakh മെഷീനറിയെ ഇപ്പോൾ 2019 നമ്മൾ വാങ്ങിയിട്ടുള്ളതെങ്കിൽ 2019 ഈ 1 lakh കംപ്ലീറ്റ് നമുക്ക് മെഷീനറിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് എഴുതി വെക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? അത് 10 വർഷമാണ് ലൈഫെങ്കിൽ ഡിവൈഡഡ് ബൈ 10,000 rupees ഒരു വർഷം ഡെബിറ്റ് ചെയ്യും. അടുത്ത വർഷം P&L അക്കൗണ്ടിൽ 10,000 ഡെബിറ്റ് ചെയ്യും. അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്ത് പോകും. എന്നാൽ അതേസമയം മറ്റൊരു എക്സാമ്പിൾ, നമ്മൾ 500 രൂപയ്ക്ക് ഒരു കാൽക്കുലേറ്റർ വാങ്ങിയെന്ന് വിചാരിക്കുക. അത് കുറേ കാലം യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് 10 കൊല്ലം യൂസ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? 500 ഡിവൈഡഡ് ബൈ 10 50 ഇങ്ങനെ എഴുതി വെക്കാൻ പാടില്ല. കാരണം അതിൻ്റെ വാല്യൂ വളരെ ഇമ്മെറ്റീരിയലാണ്, നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അത് ഫുൾ എക്സ്പെൻസ് ആയിട്ട് ആ കൊല്ലം ട്രീറ്റ് ചെയ്യാം. ഇതാണ് മെറ്റീരിയലിറ്റി കോൺസെപ്റ്റ്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മെറ്റീരിയലിറ്റി കോൺസെപ്റ്റിൻ്റെ പേരിൽ ചെറിയ വാല്യൂ ഉള്ളതൊക്കെ ഇഗ്നോർ ചെയ്യാമെന്ന് എടുക്കരുത്. ഇപ്പോൾ ഒരു ഫ്രോഡ് ഉണ്ടായി, ഒരു ഫ്രോഡ് 200 rupees ഒരു ഫ്രോഡ് ഉണ്ടായി. 200 rupees അല്ലേ, ഇമ്മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞ് വിടരുത്. ഈ 200 ഒരു 100 പ്രാവശ്യം 200ൻ്റെ ഫ്രോഡ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ 20,000 രൂപയാണ് ബിസിനസ്സിൽ നിന്ന് പോകുന്നത്. അപ്പോൾ മെറ്റീരിയലിറ്റി അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ വേണം ഉപയോഗിക്കാൻ. നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് മെറ്റീരിയൽ ഐറ്റം. അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ്, these are the 3 principles: accrual, disclosure and materiality. അടുത്ത പ്രിൻസിപ്പിൾ അടുത്ത ക്ലാസ്സിൽ. ബൈ.